ഒരു റൂമേ ഉള്ളൂ, അത് പൊളിക്കാതിട്ടിരുന്നു. പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അവനില്ല, കുഴപ്പമില്ല കിടന്നോളും, അവിടെയാണെങ്കിലും പിള്ളേർ തന്നെ കിടന്നു, റൂമിൽ തന്നെ കിടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നാളെ കയറി. ഞാൻ അതൊക്കെ പോയില്ല സിസ്റ്റർ, ഇത്തിരി നാളായില്ല, ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി കാണും. കോട്ടയം ഏറ്റുമാനൂരിൽ മക്കളെയും കൂട്ടി ട്രെയിനിന് മുൻപിൽ ചാടി ജീവനൊടുക്കിയ ഷൈനിയുടെ അവസാനത്തേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്, അതായത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഷൈനി സുഹൃത്തായ ജെസ്സിക്കാണ് ഈ ശബ്ദ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത് ജീവിതത്തോട് ഏറ്റവും അവസാനം വരെ പൊരുതി നിൽക്കാൻ ഷൈനി ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് കോട്ടയത്തെ തന്നെ നിരവധി ആശുപത്രികളിൽ, 10-ലധികം ആശുപത്രികളിൽ ജോലിക്ക് വേണ്ടി ഷൈനി ശ്രമം നടത്തിയിരുന്നു. അത് പരാജയപ്പെടുന്നു, അവിടെ എങ്ങും ജോലി കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിൽ കുറച്ച് ദൂരേക്ക് എവിടേക്കെങ്കിലും മറ്റെവിടേക്കെങ്കിലും ജോലിക്ക് പോയാലോ എന്നൊരു ആലോചനയിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഷൈനി എത്തുകയായിരുന്നു. പക്ഷേ അപ്പോൾ മക്കളാണ് ഒരു ബുദ്ധിമുട്ടായി നിന്നത്. മക്കളെ എന്ത് ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ടായി. ആ സാഹചര്യത്തിലാണ് മക്കളെ സുരക്ഷിതമായി ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റാം, എന്നിട്ട് ജോലി തേടി പോകാമെന്ന ഷൈനി തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ മക്കളെ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോട്ടയം നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോസ്റ്റലിലേക്ക് മക്കളെ മാറ്റുന്നതിന് വേണ്ടി ഷൈനി അവിടെ നേരിട്ട് പോവുകയും അവിടെ സംസാരിക്കുകയും ചെയ്യുന്നു. അന്ന് ആ ഹോസ്റ്റൽ നടത്തിപ്പുകാരുമായി സംസാരിച്ച കാര്യങ്ങളാണ് ഷൈനി തൻ്റെ സുഹൃത്തായ ജെസ്സിയോട് ഈ വോയിസ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഹോസ്റ്റൽ നടത്തിപ്പുകാർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അന്ന് ഷൈനിയോട് പറഞ്ഞിരുന്നതാണ്. അതായത് കൊച്ചുകുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഇത്രയും ചെറിയ കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, മുറിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ പാമ്പ് കയറിയ മുറിയാണ്. അത്തരത്തിൽ പല കാര്യങ്ങൾ, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഹോസ്റ്റൽ നടത്തിപ്പുകാർ ഷൈനിയോട് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്, അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് താനും തൻ്റെ മക്കളും അതൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന ഈ ഷൈനി ഹോസ്റ്റൽ നടത്തിപ്പുകാരോട് പറയുകയായിരുന്നു. അങ്ങനെ വലിയൊരു പ്രതീക്ഷയോടുകൂടി ആ ഹോസ്റ്റലിൽ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഷൈനി അന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അങ്ങനെ മടങ്ങിയെത്തിയതിന് ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ ഷൈനി തൻ്റെ സുഹൃത്തായ ജെസ്സിയോട് പറയുന്നത്. ഒടുവിൽ ആ ഹോസ്റ്റലിലും കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ എല്ലാ രീതിയിലും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു പക്ഷേ ഷൈനി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചതെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ അനുമാനിക്കുന്നത്. എന്താണെങ്കിലും അവസാന നിമിഷം വരെ ജീവിതത്തോട് പൊരുതി നിൽക്കാൻ ഷൈനി പരിശ്രമിച്ചിരുന്നു, തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ ശബ്ദരേഖ. അത് പൂർണ്ണമായി കേൾക്കാം. ജെസ്സി ഉറങ്ങിയിരുന്നേട്ടോ. പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് 3:15. അവിടെ ഞാൻ SHൽ പോയി ചോദിച്ചു. അവിടെ പോയിട്ട് ഒരു രക്ഷയില്ല, അവർ അടുക്കുകയില്ല. അവർ പറഞ്ഞു വലിയ പിള്ളേരെയാണ്, ചെറിയ പിള്ളേരെ നടത്തിയല്ല, അങ്ങനെ ഇങ്ങനെയാ പിള്ളേരെ നോക്കണ്ടേ, അപ്പനുമില്ല അമ്മയില്ലാതെ നമ്മളങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിള്ളേരെ ഒത്തിരി കെയർഫുള്ളായിട്ട് നോക്കണം. നെക്സ്റ്റ് എങ്ങനെയെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും അറിയാവുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ എനിക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. ഞാൻ പിന്നെ SFSൻ്റെ കാര്യം ചോദിച്ചു. അന്നേരം അവിടെ അവൻ്റെ ഹോസ്റ്റലിൽ അതിരമ്പുഴയിലാണ് കണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ അച്ഛനെ വിളിച്ച് ചോദിച്ചു. അന്നേരം അച്ഛൻ പിന്നെ നമ്പർ കൊടുത്തു. അന്നേരം അവിടെ SFSലെ പിള്ളേരും പിന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ മാത്രം എടുക്കും, അല്ലാതെ പുറത്തുനിന്ന് പിള്ളേരെ എടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറം എങ്ങാണ്ടൊരു വേറെ ഹോസ്റ്റലുണ്ട്, അത് വലിയവരുടെ എങ്ങാണ്ടാന്ന്. അന്നേരത്തേക്ക് പിള്ളേരെ അങ്ങനെ നിർത്താൻ പറ്റുകയില്ല, അത് ഒരാളെങ്ങാണ്ട് ഒരു റൂമിൽ 4 പേരെ മറ്റും കണ്ട. അന്നേരം പിള്ളേരാകുമ്പോൾ നിർത്താൻ പറ്റുകയില്ല, 6 കഴിയുമ്പോഴത്തേനും പിള്ളേരാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പിള്ളേരെ നിന്നോടെന്നൊക്കെ പറഞ്ഞു തരാം, അത് പറ്റുകയെന്ന് പറഞ്ഞു. പിന്നെ SFSലെ പിള്ളേർക്ക് അവിടെ ഉള്ള ഹോസ്റ്റലിലെ പിള്ളേർക്ക് ഇവിടുന്ന് സ്കൂളിൽ നിന്ന് ഫുഡ് കൊണ്ട് കൊടുക്കുന്നെന്നും പറഞ്ഞു. അന്നേരം അങ്ങനെ പിന്നെ ചോദിച്ചപ്പോഴത്തേക്ക് പിന്നെ അത് വഴിയടഞ്ഞു. പിന്നെ ലാസ്റ്റ് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണം, എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ സിസ്റ്റർ പിന്നെ പറഞ്ഞു, എന്നോട് ചോദിച്ചു, അത് ആ ഒരു റൂമേ ഉള്ളൂ, അത് പൊളിക്കാതിട്ടിരുന്നു. പക്ഷേ പിള്ളേർ തന്നെ കിടക്കുമെന്ന് ചോദിച്ചാൽ അവനില്ല, കുഴപ്പമില്ല കിടന്നോളും, അവിടെയാണെങ്കിലും പിള്ളേർ തന്നെ കിടന്നു, റൂമിൽ തന്നെ കിടന്നോളും. അന്നേരം പറഞ്ഞു പാമ്പം കണ്ട് നാളെ കയറി. ഞാൻ അതൊക്കെ പോയില്ല സിസ്റ്റർ, ഇത്തിരി നാളായില്ല, ഇനിയിപ്പോൾ പാമ്പൊന്നും അവിടെ കാണുമെന്നില്ല, അതൊക്കെ ഇറങ്ങിപ്പോയി കാണും, അല്ലാതെ അതിന് കുഴപ്പമൊന്നുമില്ല. അന്നേരം പിള്ളേർ തന്നെ കിടക്കുക, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി കിടക്കേണ്ട വരും. ഞാൻ പറഞ്ഞില്ല സിസ്റ്ററെ കുഴപ്പമില്ല, പിള്ളേരുടെ കിടന്നോളെന്ന് പറഞ്ഞു. വന്നിട്ട് എന്നോട് ചോദിച്ചു, പിള്ളേർ ഫുഡ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ ആയിരിക്കും, ഞങ്ങളത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർ കഴിച്ചു, ഇവിടെ കഞ്ഞിയൊക്കെയാണ്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ഞങ്ങളും പിള്ളേർ ഉണ്ടായപ്പോൾ മുതൽ അവിടെ കഞ്ഞിയായിരുന്നു, ഇവിടെയും കഞ്ഞിയാണ് രാത്രിയിൽ, അവിടെയും ഞങ്ങൾക്ക് കഞ്ഞി, അത് കുഴപ്പമൊന്നുമില്ല, പിള്ളേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറി വേണമെന്ന് കഞ്ഞി വേണമെന്ന്. ഞാൻ പിന്നെ ഇടയതാണോ ഒന്നും തിന്നിയല്ല,
അതാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പൂച്ച തിന്നാൽ ഇച്ചിരി കഞ്ഞിയും ഇച്ചിരി കറിയാണ് എന്തെങ്കിലും ഒരു ഇച്ചിരി അത് തിന്നുകയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല സിസ്റ്റർ, അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആയിക്കോളാം, എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ഇതുണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അന്നേരം സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു.